ഹായ് ഫ്രണ്ട്സ്, സദൻ ബുക്ക്ഷേപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്പൂതിരി വക്കീലിൻ്റെ ഒരു സൂപ്പർ സാധനമാണ് മാമ്പഴപ്പെരക്ക്. പിന്നെ മാമ്പഴപ്പെരക്ക് അത് എന്തായിട്ടാണ്? അതൊരു മാമ്പഴപ്പെരക്ക് എന്ന് പറയുന്നത് വേഗൻ ഐറ്റമാണ്. ഇത് മാമ്പഴത്തിൻ്റെ നമ്മൾ വേവിക്കാതെ എണ്ണ ചേർക്കാതെയും തിളപ്പിക്കാതെയൊക്കെ ഉണ്ടാക്കുന്നതാണ് മാമ്പഴപ്പെരക്ക്. വയറിന് നല്ലതാണ്, വയറിന് വളരെ നല്ലതാണ്. പാചകമില്ല. നമ്മുടെ ഈ മാമ്പഴ സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മാമ്പഴം എങ്ങനെ അതിൻ്റെ പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഈ മാമ്പഴക്കാലത്ത് നമുക്ക് മാമ്പഴത്തിൻ്റെ ആ എസൻസോട് കൂടി നമുക്കത് മാക്സിമം എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. അതിൽ ശരീരത്തിന് ഏറ്റവും തണുപ്പിക്കുന്നതാണ്, ശരീരത്തിന് വളരെ ഹിതകരമായ സാധനങ്ങളാണ്. അടപ്പൊന്നും വേണ്ട. പഴുത്ത മാങ്ങ വേണം. അതെ, പിന്നെ തേങ്ങ വേണം, തൈര് വേണം. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. കടുകൊക്കെ എന്തിനുള്ളതാണ്? കടുകും തേങ്ങയും ഇത്തിരി മുളകും കൂടി ഒന്ന് ചതച്ചിട്ട് ഇതിന്റെ കൂടെ മിക്സ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അരപ്പിന്റെ ആവശ്യം ഇല്ല, അരപ്പിന്റെ ആവശ്യം. അപ്പൊ മാമ്പഴപ്പഴക്കം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഫലവർഗ്ഗങ്ങളിൽ ഏറ്റവും നല്ല ഫലം എന്ന് പറയുന്നത് മാമ്പഴമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ മാമ്പഴം കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഈ മാമ്പഴം സീസണലായിട്ട് വരുന്നതാണ്. മാമ്പഴം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് മാമ്പഴപ്പെരക്ക്. നമ്മൾ ഇതിനു മുമ്പേ പല പെരക്ക് വിഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. കക്കിരിക്കയുടെ പെരക്ക് വിഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഈ പെരക്ക് വിഭവങ്ങളിലൊക്കെ നമ്മളത് പ്രകൃതിദത്തമായിട്ട് അതിനെ വലിയ പാചകം ചെയ്യാതെ ഉപയോഗിക്കുന്നതാണ് രീതി. അത് ഈ വടക്കേ മലബാറിലൊക്കെ സജീവമാണ്. സദ്യകൾ അടക്കം ഈ പെരക്ക് വിഭവങ്ങൾ വിളമ്പാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടത് നല്ല മുഴുത്ത മാമ്പഴമാണ്, നല്ല പഴുത്ത മാമ്പഴമാണ് വേണ്ടത്. ഈ മാമ്പഴം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇതാക്കുന്നു. നമ്മളിവിടെ 4 മാമ്പഴം എടുത്തിട്ടുണ്ട്. മാമ്പഴം നമ്മൾ തൊലി കളഞ്ഞ് മുറിച്ച് കഷണങ്ങളാക്കിയിട്ടുണ്ട്. ഈ കഷണങ്ങളെ നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇത് സാധാരണ അരക്കാറില്ല, മിക്സിയിലടിക്കാറില്ല. ഇത് കഷണങ്ങളാക്കി തന്നെ ഉള്ള രീതിയാണ് മാമ്പഴപ്പെരക്ക്. നാല് മാമ്പഴത്തിന് നമ്മൾ 1 കപ്പ് തൈര് എടുത്തു വെച്ചിട്ടുണ്ട്. 1 സ്പൂണ് കടുക് എടുത്തിട്ടുണ്ട്. 2 മുളക് എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരകിയത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കരുതിയിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പേ പല പെരക്ക് വിഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. കക്കിരിക്കയുടെ പെരക്ക് വിഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഈ പെരക്ക് വിഭവങ്ങളിലൊക്കെ നമ്മളത് പ്രകൃതിദത്തമായിട്ട് അതിനെ വലിയ പാചകം ചെയ്യാതെ ഉപയോഗിക്കുന്നതാണ് രീതി. അത് ഈ വടക്കേ മലബാറിലൊക്കെ സജീവമാണ്. സദ്യകൾ അടക്കം ഈ പെരക്ക് വിഭവങ്ങൾ വിളമ്പാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഈ തേങ്ങ ഒന്ന് യോജിപ്പിക്കുകയാണ്. അത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യാം. ഇതിലേക്ക് 2 വറ്റൽമുളക് ഇടുകയാണ്. 1 സ്പൂൺ കടുക് നമുക്കിതിലേക്കിടാം. ഇനി തൈര് ഈ തേങ്ങയിൽ ചേർക്കുകയാണ്. ഇതിൻ്റെ പാകത്തിന് നമുക്ക് ഇതിൽ ഉപ്പ് ചേർക്കുകയാണ് ഏകദേശം. ഇനി ഈ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. തേങ്ങയും തൈരും കടുകും മുളകും നമ്മളൊന്ന് ഉപ്പും ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇത് ഈ മാമ്പഴത്തിൽ യോജിപ്പിക്കുകയാണ്.
മാമ്പഴപ്പരക്ക് മാമ്പഴപ്പരക്ക്. മാമ്പഴപ്പരക്ക് റെഡി ആയിട്ടുണ്ട്. ഓ സിമ്പിളാണല്ലേ. വളരെ സിമ്പിളാണ്. ഉപ്പിട്ടുണ്ട്. ഉപ്പും ഒക്കെ റെഡിയാണ്. ഉപ്പും എരിവും ഒക്കെ ഉണ്ട്. വേണ്ട, മല്ലിയില വേണ്ട. വേണ്ട. ഒന്ന് രുചിച്ചു നോക്കൂ. സ്വല്പം സ്വല്പരുവ്. തൈര്, കടുക് രുചി, മാങ്ങയുടെ രുചി. സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് സാധാരണ ഇത് എപ്പോഴാണ് കഴിക്കണത്? എന്തിന്റെ കൂടെ കഴിക്കുന്നത്? ഇത് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാവുന്നതാണ്. തൊടുകറിയായിട്ട് കഴിക്കാം. പച്ചടിയൊക്കെ വിളമ്പുന്ന മാതിരി വിളമ്പി കഴിക്കാം. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആ കുറച്ച് എരിവ്, തേങ്ങയുടെ കടുകിൻ്റെ ചൂട് സമയത്ത് ഏറ്റവും രുചികരമായ സംഭവമാണ്. ഒരു സാലഡിന്റെ എഫക്റ്റാണ്. മാമ്പഴം നമ്മൾ സാധാരണ കഴിക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ഇതായിട്ട് ഒരു സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റും. ഒരു ദിവസത്തോളം ഫ്രിഡ്ജിൽ വെച്ചാൽ. പച്ചവെള്ളം ചേർക്കണ്ടല്ലേ? വേണ്ട വേണ്ട. ഇത് തണുപ്പിച്ച് ഇട്ടിട്ടല്ല, കുട്ടികൾക്ക് കൊടുത്താൽ സൂപ്പർ സാധനമാണ്. ചെറിയ തണുപ്പ് വേണം. ഈ സാധനം ഇപ്പോൾ തണുപ്പില്ല, തണുപ്പില്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ തണുത്ത് കഴിഞ്ഞാൽ സൂപ്പർ. ചെറിയ തണുപ്പ്, നല്ല തണുപ്പല്ല, ചെറിയ തണുപ്പ്. ഒരു 10-15 ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് ചെറിയ ബൗളിലാക്കിയിട്ടെ പിള്ളേർക്ക് കൊടുത്താൽ അടിപൊളി സാധനം, സൂപ്പറായിട്ട് കഴിക്കാം. മാമ്പഴം കഴിക്കാത്ത കുട്ടികൾ പോലും കഴിക്കും. അതായത് നമുക്ക് ഇത് സൂപ്പർ സാധനമാണ്. ചൂട് കാലത്ത് കഴിക്കാൻ നല്ലതാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. മാമ്പഴപ്പരക്ക് എന്നാണ് ഇതിൻ്റെ പേര്. മാമ്പഴപ്പരക്ക് 4 ഐറ്റമേ ഉള്ളൂ. അതായത് മാങ്ങ, തേങ്ങ, തൈര്, ഇതാണ് മെയിൻ. പിന്നെ കടുക്, വറ്റൽമുളക്. അപ്പോൾ ആ 2 വറ്റൽമുളക് എരിവ് ഇതിനകത്ത് വരണുള്ളൂ. വേറെ എരിവൊന്നും. പക്ഷേ ഈ വറ്റൽമുളക് പച്ചമുളക് ഇട്ടാൽ കുഴപ്പമുണ്ടോ? പച്ചമുളക് ഇട്ടാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനെക്കാട്ടിയും രുചി കുറച്ച് മുളകിനാണ് കുറച്ച്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. സൂപ്പർ സാധനമാണ്. വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയാണ്. പിന്നെ സദ്യക്കൊക്കെ ആണെങ്കിൽ തൊടുകറിയായിട്ട് വളർത്തുമ്പോൾ ആരും വിചാരിക്കില്ല എന്ത് കറിയാണെന്ന്, മാമ്പഴപ്പരക്കാണെന്നും വിചാരിക്കില്ല. ഇതൊരു കറി എന്ന് വിചാരിക്കും. അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വക്കീലിന് നല്ല കമൻറ്റൊക്കെ ഇട്ട് കൊടുക്കുക. അടുത്ത വീണ്ടും വരാം. ബൈ.